അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഔട്ട് ഓഫ് ദ ടോട്ടൽ കാർ സോൾഡ് ബൈ ബി 25% ഓഫ് ദ കാർസ് ആർ ഡിഫക്റ്റീവ്. ഫൈൻഡ് ദ നോൺ ഡിഫക്റ്റീവ് കാർ സോൾഡ്. ഹായ്, ഏവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ IBPS RRB ക്ലർക്കിന്റെ പ്രിലിംസ് പരീക്ഷയുടെ ഒന്നാം ഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒന്നാം ഘട്ട പരീക്ഷയ്ക്ക് ഏതൊക്കെ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്, അതിൽ ഏതെല്ലാം മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചു, എത്രത്തോളം ഈസി ആയിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ അനാലിസിസ് ആയിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ അവൈലബിൾ ആണ്, എല്ലാവരും കാണുക. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് നമ്മുടെ QA സെഷനിൽ വന്നിട്ടുള്ള മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് 40 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനി വരുന്ന രണ്ടാം ഘട്ടങ്ങളിലും പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും കൂടെ ഉപയോഗപ്രദമാവുന്ന രീതിക്കാണ് ഈ ഒരു സെഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എത്ര വേഗത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം, കാൽക്കുലേഷൻ എത്രത്തോളം ശ്രദ്ധിക്കണം, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 2026 ബാങ്ക് SSC കലണ്ടർ ഉടൻ വരുന്നു. വരാനിരിക്കുന്നത് 1,00,000-ൽ പരം അവസരങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മെന്റേഴ്സിനൊപ്പം വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കൊരു സർക്കാർ ജോലി നേടിയെടുക്കാം. അതും ഇപ്പോൾ ഏറ്റവും മികച്ച ഓഫേഴ്സിൽ. എൻട്രി ഫ്യൂച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായി ബാങ്ക് SSC RRBയുടെ എല്ലാ കോഴ്സുകളും 40% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാം. കൂടെ അൺലിമിറ്റഡ് വാട്സ്ആപ്പ് അക്സസും. കൂടാതെ ഈ മാസം ഗോൾഡ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവരിൽ 3 പേർക്ക് നേടാം അൺലിമിറ്റഡ് ട്രാക്ക് വാലിഡിറ്റി. പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കോഴ്സ് ഓഫേഴ്സ് എന്താണെന്ന് അറിയൂ. ഒന്നാം ഘട്ട പരീക്ഷ, അതായത് 6-ാം തീയതി 7-ാം തീയതി ആയിട്ട് നടന്ന ഒന്നാം ഘട്ട പ്രിലിംസ് പരീക്ഷയ്ക്ക് പ്രധാനമായിട്ടും ചോദ്യങ്ങൾ വന്ന മേഖലകൾ ഏതൊക്കെയെന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. അതിനുശേഷം ആ മേഖലയിലെ ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമതായിട്ട് നമുക്ക് ചോദ്യങ്ങൾ വന്നത് സിംപ്ലിഫിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സിംപ്ലിഫിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് 15 ക്വസ്റ്റ്യൻ ആണ് വിവിധ ഷിഫ്റ്റുകളിലും ചോദിച്ചിട്ടുള്ളത്. രണ്ടാമതായിട്ട് നമുക്ക് അതിൽ നോക്കേണ്ടത് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ്റെ ആണ്. ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ്റെ 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് 2 ക്വസ്റ്റ്യൻസ്, ഓരോ ക്വസ്റ്റ്യൻസിലും 5 വീതം 10 ക്വസ്റ്റ്യൻ ആണ് ടോട്ടൽ നമുക്ക് കിട്ടിയത്. അത് ടേബിൾ ബേസ്ഡ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതുപോലെ ബാർ ഗ്രാഫ്, പിന്നെ നമ്മുടെ ലൈൻ ഗ്രാഫിൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാമതായിട്ട് നമുക്ക് അതിൽ നോക്കേണ്ടത് നമ്മൾ നമ്പർ സീരീസ് തന്നെയാണ്. നമ്പർ സീരീസിൽ നിന്നും 5 ക്വസ്റ്റ്യൻ, അതും റോങ് നമ്പർ സീരീസ് ആണ് ചോദിച്ചത്. 5 ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട്. അപ്പോൾ മിസ്സിംഗ് നമ്പേഴ്സും റോങ് നമ്പർ സീരീസ് ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നാലാമതായിട്ട് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ സിമ്പിൾ അരിത്തമെറ്റിക് പോർഷനാണ്. അരിത്തമെറ്റിക് പോർഷനിൽ നിന്നും നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻ, അങ്ങനെ ടോട്ടൽ 40 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് QAക്ക് അകത്ത് നിന്നും പ്രതീക്ഷിക്കാവുന്നത് അല്ലേ. അപ്പോൾ 15 സിംപ്ലിഫിക്കേഷൻ, 10 ഡാറ്റ ഇന്റർപ്രിട്ടേഷനും, ഒരു നമ്പർ സീരീസ് ഒരു 5 ക്വസ്റ്റ്യൻ, അരിത്തമെറ്റിക് 10 ക്വസ്റ്റ്യൻ എന്നുള്ള രീതിക്കാണ് നമുക്ക് നോക്കേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 40 ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് 20 മിനിറ്റ് സമയം മാത്രമായിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ടോട്ടൽ 45 മിനിറ്റ് ആണ്. 25 മിനിറ്റ് റീസണിങ്ങിന്, 20 മിനിറ്റ് നമ്മുടെ QAക്ക് വേണ്ടി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഏതൊക്കെ ചോദ്യങ്ങളാണ് നമുക്ക് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്, ഇനി എന്തൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം നമ്പർ സീരീസിലുള്ളതാണ്. 5, 8, 14, 26, 15. അപ്പോൾ ഇതിലെ മിസ്സിംഗ് നമ്പർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. നോർമലായിട്ട് നമ്മൾ ചെയ്യും പോലെ തന്നെയാണ് ഡിഫറൻസ് എടുക്കുക. 8ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. 14ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 6 ആണ്. 14ഉം 26ഉം തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് എത്രയാണ് വരുന്നത്? 12 ആണ് വരുന്നത്. അടുത്ത് നോക്കുക, 26ഉം 50ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് നോക്കേണ്ടത്. 24 ആണ് നമുക്ക് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. 3 നോക്കുക, ഫസ്റ്റ് ഡിഫറൻസ് 3, പിന്നെ 6, 12, 24. അപ്പം ഡബിൾ ചെയ്താൽ പോകുന്നത്, ഡിഫറൻസ് ഡബിൾ ചെയ്താൽ പോയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത ഡിഫറൻസ് 24ൻ്റെ ഇരട്ടി ആയിട്ടുള്ള ഡബിൾ ആയിട്ടുള്ള 48 ആണ് വരേണ്ടത്. 50ഉം 48ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആയിരിക്കും കിട്ടുന്നുണ്ടാവുക? 98 ആയിരിക്കും വരുന്നുണ്ടാവുക. ഈ 50ഉം 48ഉം കൂടെ എന്ത് ജസ്റ്റ് ആഡ് ചെയ്യുക. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 2, 4, 10, 22, 42. അപ്പോൾ നമുക്ക് അത് ഡിഫറൻസ് നോക്കാം. 2ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. 4ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് 6 ആണ്. അടുത്ത 10ഉം 22ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക, എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 12 ആണ് വരുന്നത്. അടുത്ത ഡിഫറൻസ് നോക്കുക, എത്രയാണ് വരുന്നത്? 22ഉം 42ഉം തമ്മിലുള്ള ഡിഫറൻസ് വരുമ്പോൾ 20. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഡിഫറൻസ് തമ്മിൽ ഒരു മാച്ചിങ്, ഒരു പാറ്റേൺ ഒന്നും അല്ല വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവിടെ ഇട്ടിട്ട് പോകാതെ ആ ഡിഫറൻസിൻ്റെ ഒന്നും കൂടെ എടുത്ത് നോക്കുക. അപ്പോൾ ഡിഫറൻസ് ആയിട്ട് വന്നെങ്കിൽ നമ്പർ 2ഉം 6, 2ൻ്റെയും 6ൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ് അല്ലേ. അടുത്ത 6ൻ്റെയും 12ൻ്റെയും വരുന്നത് 6 ആണ്. 12ൻ്റെയും 20യുടെയും വരുന്നത് 8 ആണ്. അതൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. 4, 6, 8 എന്നുള്ള രീതിക്ക് ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തത് ഡിഫറൻസ് വരേണ്ടത് 10 ആണ് വരേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 20യോട് കൂടി നമ്മൾ എന്താ 10 ആണ് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ വരേണ്ടത് 30 ആണ്. അപ്പോൾ ഈ 42ഉം 30യും കൂടെ നമുക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ആൻസർ വരേണ്ടത് ഏതായിരിക്കും? 72 ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ. കണ്ടോ, ഇതേപോലെ നമുക്ക് മൾട്ടിപ്പിൾ സീരീസ് വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ആൻസേഴ്സും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ശരി, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്തത് ഒരു റോങ് നമ്പർ സീരീസ് ആണ്. ഈ തന്നിരിക്കുന്ന കൂട്ടത്തിൽ റോങ് ആയിട്ട് വന്നിരിക്കുന്നത് ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതും നമ്മൾ മറ്റു ചെയ്ത പോലെ തന്നെയാണ്. അവിടെ എന്ത് ചെയ്യുക? ഡിഫറൻസ് എടുക്കുക. 322ഉം 330 തമ്മിലുള്ള ഡിഫറൻസ് നമുക്കറിയാം 8 ആണ്. അതുപോലെ തന്നെയാണ് 8 കൂടി തന്നെയാണ് പോകുന്നത്. 330ഉം 338ഉം തമ്മിലുള്ള ഡിഫറൻസ്. 336ലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഡിഫറൻസിൽ ചെറിയ വ്യത്യാസം വരും. പക്ഷേ ആക്ച്വലി 8 വെച്ച് കൂടി പോയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ വരേണ്ടത് 346 ആണ് അല്ലേ.
346 ആണ് വരേണ്ടത്. നമുക്ക് അത് വെച്ച് തന്നെ പോവാം. 346 പ്ലസ് 8 എന്ന് പറയുമ്പോൾ 354 ആണ്. 354 പ്ലസ് 8 നമുക്ക് എത്ര വരുന്നുണ്ട്? 362 വരുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും 8ന്റെ ഡിഫറൻസിൽ തന്നെയായിരിക്കും അത് മുന്നോട്ട് പോകുന്നത്. അവിടെ ഒരു നമ്പർ വ്യത്യാസം വന്നിരിക്കുന്നത് 346 വരേണ്ട സ്ഥാനത്ത് 336 അല്ലേ? അപ്പോൾ ഇവിടുത്തെ മിസ്സിംഗ് നമ്പർ അല്ലെങ്കിൽ റോങ് നമ്പർ എന്ന് പറയുന്നത് ഏതായിരിക്കും? 336 ആണ്. ഓപ്ഷൻ ഡി. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ നമ്പർ സിസ്റ്റത്തിലെ ക്വസ്റ്റ്യൻസും കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 121, 123, 126, 131, 138, 150. ഓക്കെ, ഇവിടെയും നമുക്ക് ഡിഫറൻസ് നോക്കുക. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ് വരുന്നത്. ഇതിൻ്റെ ഡിഫറൻസ് 3 ആണ്. ഇതിൻ്റെ ഡിഫറൻസ് 5 ആണ്. ഇതിൻ്റെ ഡിഫറൻസ് 7 ആണ്. ഇതിൻ്റെ ഡിഫറൻസ് നമുക്ക് എത്രയാണ് വന്നിരിക്കുന്നത്? 38, 150. അപ്പോൾ നമ്മളവിടെ പാറ്റേൺ നോക്കുമ്പോൾ 2, 3, 5, 7 നമ്മുടെ ഓഡ് നമ്പറും അല്ല, ഈവൻ നമ്പറും അല്ല, പ്രൈം നമ്പേഴ്സാണ് ഗ്രൂപ്പ് മാറിയിരിക്കുന്നത് അല്ലേ? 2, 3, 5, 7. അപ്പോൾ 7 കഴിഞ്ഞ് വരുന്ന പ്രൈം നമ്പർ 11 ആണ്. അപ്പോൾ 138ഉം 11ഉമായിട്ട് ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വരേണ്ടത് 149 ആണ്. പക്ഷേ നമുക്കിവിടെ വന്നിരിക്കുന്നത് എത്രയാണ്? 150 ആണ് അല്ലേ? അപ്പോൾ അവിടുത്തെ മിസ്സിംഗ് നമ്പർ അല്ലെങ്കിൽ റോങ് നമ്പർ എന്ന് പറഞ്ഞാൽ അത് തന്നെയായിരിക്കും 150 തന്നെയായിരിക്കും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ എന്താ കണ്ടുപിടിക്കുക അല്ലേ? ആ പാറ്റേൺ, ആ ഡിഫറൻസ് നോക്കുക, ആ പാറ്റേൺ കണ്ടുപിടിക്കുക. ചിലപ്പോൾ സ്ക്വയർ ചെയ്ത് പോകുന്നതാവാം, ചിലപ്പോൾ സ്ക്വയർ ചെയ്തിട്ട് എന്തെങ്കിലും ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് പോകുന്നതാവാം. ആ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുക, ആൻസറിലേക്ക് പോകും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ 5ാമത്തെ സീരീസ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ മിസ്സിംഗ് നമ്പറാണ് നമുക്ക് വന്നിരിക്കുന്നത്. നോക്കൂ, 3ഉം 4ഉം 7ഉം 10ഉം 18ഉം 34ഉം ആണ്. അപ്പോൾ നമുക്ക് ഇതിലൊരു കോമൺ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യണം. ഡിഫറൻസ് നോക്കുമ്പോഴത്തേക്ക് യൂണീക്ക് ആയിട്ടുള്ള ഡിഫറൻസ് ഒന്നും വരുന്നില്ല, ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നില്ല അല്ലേ? അപ്പോൾ ഇവിടെ നമുക്കൊരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാം. നോക്കുക, ഞാൻ 3നെ ഡബിൾ ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 കിട്ടും. 6ൽ നിന്ന് എന്ത് ചെയ്യുക? ഒരു 2 മൈനസ് ചെയ്യുക. 6ൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 4 കിട്ടുന്നത് അല്ലേ? അടുത്ത നമ്പർ 4 ആണ്. 4നെ ഡബിൾ ചെയ്യുക, എത്ര കിട്ടുന്നത്? 8 ആണ് കിട്ടുന്നത്. 8ൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ 6 ആയിരിക്കും വരുന്നുണ്ടാവുക. പക്ഷേ നമുക്ക് അവിടെ ഒരു ഇപ്പോൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാം. അവിടെ 6ന് പകരം 7 ആവുന്നത് അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ 6നെ ഡബിൾ കൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന 10 ആണ്. 12 മൈനസ് 2 10. കണ്ടോ? അടുത്ത് നോക്കൂ, 10നെ ഡബിൾ ചെയ്ത് നോക്കി. 10 × 2 20. 20 മൈനസ് 2 എത്രയാണ് കിട്ടുന്നത്? 18 ആണ് കിട്ടുന്നത്. 18 × 2 നമുക്ക് കിട്ടുന്നത് 36 ആണ്. 36 മൈനസ് 2 34. അപ്പോൾ ആ പാറ്റേൺ കറക്റ്റാണ്. അപ്പോൾ അവിടെ 7 വരേണ്ട സ്ഥാനത്ത് ആക്ച്വലി വരേണ്ടത് 6 ആണ്. അപ്പോൾ അവിടുത്തെ ആ റോങ് നമ്പർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ സി 7 എന്നുള്ളതാണ് കേട്ടോ. ഐഡൻറ്റിഫൈ ചെയ്യുക, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ നമ്പർ സീരീസ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പോൾ നമുക്കൊരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു പൈ ചാർട്ടും ഒരു ബാർ ഗ്രാഫും വരുന്ന രീതിക്ക് നമ്മൾ എടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം പരീക്ഷയ്ക്ക് ബാർ ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിലെ ചോദ്യങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ സ്കൂളിലെയും സ്റ്റുഡൻസിൻ്റെ എണ്ണമാണ്. അവിടുത്തെ ഗേൾസ് സ്റ്റുഡൻസ് കണ്ടുപിടിക്കണം, ബോയ്സ് കണ്ടുപിടിക്കണം, ടോട്ടൽ സ്റ്റുഡൻസ് വേണം അല്ലേ? അപ്പോൾ സ്റ്റുഡൻസിൻ്റെ എണ്ണമാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പെർസെൻറ്റേജിലാണ് ഫസ്റ്റ് തന്നിരിക്കുന്ന പൈ ചാർട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും 6000 സ്റ്റുഡൻസ് ആണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അതിൽ ഓരോ സ്കൂളിലുമുള്ള കുട്ടികളുടെ എണ്ണം, ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ എണ്ണമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഓരോ സ്കൂളിലെ എണ്ണം നമ്പർ കണ്ടുപിടിക്കാം. ഈ ബാർ ഗ്രാഫ് നമുക്ക് തന്നിരിക്കുന്ന ബോയ്സിൻ്റെ എണ്ണമാണ് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റുഡൻസിൻ്റെ എണ്ണം ഒന്ന് നോട്ട് ചെയ്യാം. ഫസ്റ്റ് ബോയ്സിൻ്റെ എണ്ണം തന്നെ നമുക്ക് നോക്കാം അല്ലേ? ബോയ്സിൻ്റെ എണ്ണം എന്ന് പറയുമ്പോഴത്തേക്കും എയ്ക്കകത്ത് ബോയ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 500 ആണ്. അപ്പോൾ ഇനി ടോട്ടലും കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഗേൾസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എയിലെ ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ ടോട്ടൽ 6000 ആണ്. 6000ൻ്റെ 12% നമുക്ക് എന്ത് ചെയ്യാം? അവിടെ കാൽക്കുലേറ്റ് ചെയ്യുക. 6000ൻ്റെ 12% ആകുമ്പോഴത്തേക്ക് 720 ആണ് വരുന്നത്. 6000 × 12/100 ചെയ്താൽ മതി കേട്ടോ. 720 കിട്ടും. സ്കൂൾ ബിയിൽ വരുമ്പോൾ 9% അപ്പോൾ 540. 9 6 54, 540 ആണ് വരുന്നത്. സ്കൂൾ സിയിൽ വരുമ്പോൾ 26% വരുന്നത്. 26% ആകുമ്പോൾ 1560 ആണ് അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ എണ്ണം. അടുത്ത സ്കൂൾ ഡിയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് 18% വരുന്നത് അല്ലേ? സ്കൂൾ ഡിയിൽ 18%. 18% ആകുമ്പോൾ 6000ൻ്റെ 18% 1080 ആണ് വരുന്നത്. അടുത്ത സ്കൂൾ ഇയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് 1740 ആയിരിക്കും വരുന്നുണ്ടാവുക. 6% ആകുമ്പോൾ 6 36 360 ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, സ്റ്റുഡൻസിൻ്റെ എണ്ണമായി. ഇനി നമുക്ക് ഗേൾസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാം. ഓരോ സ്കൂളിലെയും എയിൽ 500 പേര് എന്താണ്? ബോയ്സ് ആണെങ്കിൽ ടോട്ടൽ 720 ആണ്. ബാക്കി 220 പേര് എന്തായിരിക്കും? ഗേൾസ് ആയിരിക്കും. അതുപോലെ ബിയിലേക്ക് വരുമ്പോൾ 540 സ്റ്റുഡൻസിൽ 400 പേര് ബോയ്സ് ആണെങ്കിൽ ബാക്കി 140 ഗേൾസ് ആയിരിക്കും. സിയിലേക്ക് വരുമ്പോൾ 1560 900 പേര് എന്തായിരിക്കും? ബോയ്സ് ആണെങ്കിൽ ബാക്കി 660 പേര് എന്തായിരിക്കും? ഗേൾസ് ആയിരിക്കും. അടുത്ത സ്കൂൾ ഡിയിലേക്ക് വരുമ്പോൾ 1080 പേരിൽ 600 ബോയ്സ് ഉണ്ടെങ്കിൽ ബാക്കി 480 പേര് എന്തായിരിക്കും? ഗേൾസ് ആയിരിക്കും. ഇയിൽ 1740 ബാക്കി 1200 ആണ് ബോയ്സ്. അപ്പോൾ 540 എന്തായിരിക്കും? ഗേൾസ് ഉണ്ടായിരിക്കും. എഫിൽ 360 പേര്, അതിൽ 100 പേര് ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ 260 പേര് എന്തായിരിക്കും? ഗേൾസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റാസായി. ഇനി ഈ ഡേറ്റ വെച്ചിട്ട് എന്ത് ചെയ്യുക? ആൻസറിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. വാട്ട് ഈസ് ദ സം ഓഫ് ദ നമ്പർ ഓഫ് ഗേൾസ് ഇൻ സ്കൂൾ സി, ദ നമ്പർ ഓഫ് ഗേൾസ് ഇൻ സ്കൂൾ ഇ. അപ്പോൾ സ്കൂൾ സിയിലെ നമ്പർ ഓഫ് ഗേൾസ് വരുമ്പോൾ 660 ആണ് വന്നിരിക്കുന്നത്.
അടുത്ത നമ്പർ ഓഫ് ഗേൾസ് ഇൻ സ്കൂൾ ഇ വരുമ്പോഴത്തേക്കും നമ്പർ ഓഫ് ഗേൾസ് ഇൻ സ്കൂൾ ഇ വരുമ്പോഴത്തേക്കും 540 വന്നിരിക്കുന്നത്. അടുത്ത് നോക്കുക നമ്പർ ഓഫ് ഗേൾസ് ഇൻ ബോയ്സ് ഇൻ സ്കൂൾ ഡി. ഓക്കെ, നമ്പർ ഓഫ് ബോയ്സ് ഇൻ സ്കൂൾ ഡി, നമ്പർ ഓഫ് ബോയ്സ് ഇൻ സ്കൂൾ ഡി ആണ്. ഡിയിലെ ബോയ്സിൻ്റെ എണ്ണം 600. അപ്പോൾ ഇത് മൂന്നും കൂടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യാനാണ് ചോദിച്ചത്. ടുഗദർ ടോട്ടലായിട്ടുള്ള സമ്മാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 6 6 12 17 1 18 1800 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി. കണ്ടോ, ജസ്റ്റ് ആ നമ്പേഴ്സ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇങ്ങനെയാണ്: വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ബോയ്സ് ഇൻ സ്കൂൾ സി? സ്കൂൾ സിയിലെ നമ്പർ ഓഫ് ബോയ്സ്, സ്കൂൾ സിയിലെ നമ്പർ ഓഫ് ബോയ്സ് വരുമ്പോൾ 900 ആണ്. അപ്പോൾ ആ 900വും അടുത്ത് നോക്കുക നമ്പർ ഓഫ് ഗേൾസ് ഇൻ സ്കൂൾ ബി. നമ്പർ ഓഫ് ഗേൾസ് ഇൻ സ്കൂൾ ബി വരുമ്പോഴത്തേക്ക് 140 ആണ്. അപ്പോൾ 900വും 140ഉം പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ സ്കൂൾ ഇ. സ്കൂൾ ഇയിലെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് 1740 ആണ്. അപ്പോൾ ഈ മൂന്ന് നമ്പറും തമ്മിലുള്ള റേഷ്യോ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 0 0 എന്തായാലും കട്ട് ചെയ്ത് കളയാം. 90ൻ്റെ പകുതി ആകുമ്പോൾ 45 ആണ്. 45 വരെ 2 ഓപ്ഷൻ ഉണ്ട്. 14ൻ്റെ പകുതി 7 വരുന്നുണ്ട്. 1774ൻ്റെ പകുതി ആകുമ്പോൾ 87 ആണ്. 45:7:87 നമ്മുടെ ആൻസറായി. ഓപ്ഷൻ സി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ സ്കൂൾ എഫ്? സ്കൂൾ എഫിലെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 360 ആണ്. അതും നമ്പർ ഓഫ് ബോയ്സ് ഇൻ സ്കൂൾ ഇ. സ്കൂൾ ഇയിലെ ബോയ്സിൻ്റെ എണ്ണം 1200 ആണ് അല്ലേ. അപ്പോൾ 1200ഉം 360ഉം തമ്മിലുള്ള ഡിഫറൻസ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 840 ആയിരിക്കും. 300 1100. ഓക്കെ, 1200. അപ്പോൾ 840 ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഏത് കൊടുക്കാം, ഓപ്ഷൻ ഇ, നൺ ഓഫ് ദിസ് ആയിരിക്കും ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോഴത്തേനും വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്കൂൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഗേൾസ് ഇൻ സ്കൂൾ ഇ. സ്കൂൾ ഇയിലെ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് 540 ആണ്. 540 അത് ഏത് സ്കൂളിലെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസുമായിട്ടാണ് ഈക്വൽ ആവുന്നത്, ഓപ്ഷൻ ബി അല്ല. 540 ബി എന്ന് പറയുന്ന സ്കൂളിലെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസുമായിട്ടായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, സ്കൂൾ ഇയിലെ നമ്പർ ഓഫ് ഗേൾസ് ഈക്വൽ ആവുന്നത്. അത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ നമ്പർ ഓഫ് ഗേൾസ് ഇൻ സ്കൂൾ എ ഈസ് അപ്രോക്സിമേറ്റ്ലി വാട്ട് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ സ്കൂൾ ബി? അപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് ഇൻ സ്കൂൾ എ, സ്കൂൾ എയിലെ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് 220 ആണ്. ഓക്കെ, 220 ആണ് നമ്പർ ഓഫ് ഗേൾസ് ഇൻ സ്കൂൾ എ. ആ 220 എന്ന് പറയുന്ന നമ്പർ വാട്ട് പെർസെൻറ്റേജ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ സ്കൂൾ ബി? സ്കൂൾ ബിയിലെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് നോക്കി നമുക്ക് 540 ആണ്. 540ൻ്റെ എത്ര ശതമാനമാണ് 220 എന്നാണ് ചോദ്യം. അപ്പോൾ 540 ഇൻറ്റു x/100 എന്നുള്ളത് നമ്മളിത് കട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്കും 1100 ഡിവൈഡഡ് ബൈ 27 ആയിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 40. ഓക്കെ, മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ടേബിൾ ബേസ്ഡ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആണ്. ഒരു സ്കൂട്ടറും കാറും വിവിധ കമ്പനികൾ സോൾവ് ചെയ്യുന്ന കാര്യവും നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് സ്കൂട്ടർ സോൾഡ് ബൈ എ ആൻഡ് ബി ടുഗദർ ടു കാർ സോൾഡ് ബൈ ബി. അപ്പോൾ എയും ബിയും ഒരുമിച്ച് വിൽക്കുന്ന സ്കൂട്ടറിൻ്റെ എണ്ണം അല്ലേ. അപ്പോൾ എത്രയായിട്ട് 620 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതും ഡി സോൾഡ് ചെയ്ത കാറിൻ്റെ. അപ്പോൾ 620 ഡി സോൾഡ് ചെയ്ത കാറിൻ്റെ എണ്ണം 240 ആണ്. 240 ജസ്റ്റ് റേഷ്യോ എടുക്കുക. 31:12. 31:12 ആയിരിക്കും. 31:12 നമ്മുടെ ആൻസർ ഉണ്ടല്ലോ, ഓപ്ഷൻ ഇ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഇഫ് ദ റേഷ്യോ ഓഫ് സോൾഡ് ടു അൺസോൾഡ് സ്കൂട്ടേഴ്സ് ഇൻ ഡി ഈസ് 1:2 ആൻഡ് ഫൈൻഡ് ദ ടോട്ടൽ സോൾഡ് പ്ലസ് അൺസോൾഡ് സ്കൂട്ടേഴ്സ് ഇൻ ഡി. അപ്പോൾ ഡിയുടെ എന്ത് ചെയ്യുക, സോൾഡ് ചെയ്ത് അൺസോൾഡ് ചെയ്തതിന് റേഷ്യോ 1:2 എന്ന് തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സോൾഡ് ചെയ്ത എണ്ണം നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 160. അപ്പോൾ 2 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 2 × 160 ചെയ്യുക. നമുക്ക് എത്ര കിട്ടും, 320 കിട്ടും. അപ്പോൾ അൺസോൾഡ് സ്കൂട്ടേഴ്സിൻ്റെ എണ്ണം 320, സോൾഡ് 160 അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് 320ഉം 160ഉം തമ്മിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. 8 4 480 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഔട്ട് ഓഫ് ദ ടോട്ടൽ കാർ സോൾഡ് ബൈ ബി 25% ഓഫ് ദ കാർസ് ആർ ഡിഫക്റ്റീവ്. ഫൈൻഡ് ദ നോൺ ഡിഫക്റ്റീവ് കാർ സോൾഡ് ബൈ ബി ഈസ് വാട്ട് പെർസെൻറ്റേജ് ടോട്ടൽ സ്കൂട്ടർ സോൾഡ് ബൈ സി. അപ്പോൾ നമുക്ക് ബി സോൾഡ് ചെയ്ത ടോട്ടൽ കാറിൻ്റെ എണ്ണം നമുക്ക് നോക്കുക. അതിൽ 25% ഡിഫക്റ്റീവ് ആയിരുന്നു. അപ്പോൾ ബി സോൾഡ് ചെയ്ത ടോട്ടൽ കാറിൻ്റെ എണ്ണം 120 ആണ്. അപ്പോൾ 120ൻ്റെ 25% നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 25% ഇൻറ്റു 1/4 ചെയ്താൽ മതി. 1/4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്, 30 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ 30 ആണ് എന്തെന്ന് പറയുക, ഡിഫക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നോൺ ഡിഫക്റ്റീവ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, ബാക്കി 90 ആയിരിക്കും അല്ലേ. അപ്പോൾ ഡിഫക്റ്റീവ് നമുക്ക് കിട്ടി 30. അതിപ്പോൾ നോൺ ഡിഫക്റ്റീവ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 90 എന്ന് പറയും. അപ്പോൾ ഫൈൻഡ് ദ നോൺ ഡിഫക്റ്റീവ് കാർ സോൾഡ് ബൈ ബി ഈസ് വാട്ട് പെർസെൻറ്റേജ് ടോട്ടൽ സ്കൂട്ടർ സോൾഡ് ബൈ സി. അപ്പോൾ ഡിഫക്റ്റീവ് കാർ സോൾഡ് ബൈ ബി, സി നമുക്ക് ടോട്ടൽ സ്കൂട്ടർ സോൾഡ് ചെയ്യുന്നത് 250 ആണ്. അപ്പോൾ ഇവിടുത്തെ ഡിഫക്റ്റീവ് നമുക്ക് കിട്ടിയ 90 ആണ്. അപ്പോൾ 90 ഡിവൈഡ് ബൈ 250 × 100 അത്രയും പെർസെൻറ്റേജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 0 0 കട്ട് ചെയ്യുക. 4 9 4 എത്രയായിട്ട് 36% അവിടുത്തെ
ആ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ജസ്റ്റ് ആ വാല്യൂസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ആവറേജ് നമ്പേഴ്സ് ഓഫ് സ്കൂട്ടേഴ്സ് സോൾഡ് ബൈ ഓൾ ദ 3 കമ്പനീസ്, ഓൾ ദ 5 കമ്പനീസ് അല്ലേ, 5 ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ടോട്ടൽ എടുക്കുക, 400, 600, 280, 1330. 1330 ഡിവൈഡഡ് ബൈ എത്ര കിട്ടുക, 1330 ഡിവൈഡഡ് ബൈ 5 ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് പ്രാവശ്യം പോകും, 2 പ്രാവശ്യം പോകും. അപ്പോൾ 2, പിന്നെ വരുന്നത് 3, 6, 266 അല്ലേ. തന്നെ നമുക്ക് ഇവിടെ തന്നെ എടുത്ത് എഴുതാം, ഫുൾ ചെയ്ത് നോക്കണമെന്നില്ല. 2666 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഇഫ് കമ്പനി എഫ് സോൾഡ് 20% മോർ സ്കൂട്ടർ ദാൻ എ. അപ്പോൾ എ സോൾഡ് ചെയ്യുന്നതിനെക്കാട്ടിൽ 20% കൂടുതൽ ആര് സോൾഡ് ചെയ്യുന്നുണ്ട്, എഫ് സോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എ സോൾഡ് ചെയ്യുന്ന 200 ആണ്, അതിൻ്റെ എത്രയാണ് 20%. അപ്പോൾ 200ൻ്റെ 120% നമ്മൾ അവിടെ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. 200ൻ്റെ 120% എന്ന് പറയുന്നതാണ് നമുക്ക് അവിടെ എടുക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ 240 ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടെ സോൾവ് ചെയ്യുന്നത്. 200ൻ്റെ 120% കാൽക്കുലേറ്റ് ചെയ്യുക. അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആൻഡ് 30% ലെസ് ദാർ കാർ ദാനി. അപ്പോൾ കാർ, ഈ സോൾവ് ചെയ്യുന്ന കാർ, ഈയുടെ 140 ആണ്. 140ൻ്റെ 30% ലെസ്, അത് 140 എന്ത് കണ്ടുപിടിക്കുക, 70% കണ്ടുപിടിക്കുക. 140 ആണ് ഈ, അതിൻ്റെ 70% കണ്ടുപിടിക്കുക. 140 70 14 × 7 എത്രയായിട്ട് 98 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇത് തമ്മിലുള്ള സമ്മാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. 240ഉം 98ഉം കൂടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ആൻസർ എന്ന് പറയുന്നത് 338 ആയിരിക്കും. ഓപ്ഷൻ ഇ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സൈഡ് നമുക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റൻസ് കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റൻ നമ്മുടെ അരിത്തമെറ്റിക് ആണ്. എ ഷോപ്പ് കീപ്പർ മാർക്ക്ഡ് ആൻ ആർട്ടിക്കിൾ 25% എബോവ് ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ് ആൻഡ് അലൗഡ് 20% പ്രോഫിറ്റ് ഓൺ ദ ആർട്ടിക്കിൾ. അപ്പോൾ കോസ്റ്റ് പ്രൈസ് നമുക്ക് എപ്പോഴും 100 എടുക്കാം. മാർക്ക്ഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 25% കൂട്ടുകയാണ്, അപ്പോൾ 125. എന്നിട്ട് 20% പ്രോഫിറ്റിൽ വിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 രൂപയ്ക്കായിരിക്കും അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, വിറ്റിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ ഇത് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് മാർക്ക് പ്രൈസ് നമ്മളുടെ ഡിഫറൻസ് 5 ആണ്. ആ 5 യൂണിറ്റ് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു എമൗണ്ട് ആണ് എത്രയാണ്, 20 എന്നുള്ളത് അല്ലേ. ഇവിടെ ആക്ച്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് അലോഡ് ചെയ്യുന്നത് 20 ആണ്. അപ്പോൾ ഇത് മാർക്ക് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് നമ്മളുടെ ഡിഫറൻസ് ആയിരിക്കും, ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 5 യൂണിറ്റ് 20 ആണെങ്കിൽ 1 യൂണിറ്റ് നമുക്ക് കണ്ടുപിടിക്കുക എത്രയായിരിക്കും വരുന്നത്, 4 ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്ന കോസ്റ്റ് പ്രൈസ് ആണ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 യൂണിറ്റ് ആണ്. അപ്പോൾ 4 × 100 ചെയ്യുക. 4 × 100 വരുമ്പോൾ 400. സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അത് പാർട്ണർഷിപ്പാണ്. എയും ബിയും 2 പേരുണ്ട്. എ എത്രയായിരുന്നു, 2000 രൂപ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ബി എന്ന് പറയുന്നത് 4000 രൂപ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. 6 മാസത്തിന് ശേഷം ബി വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്. ഇതിൻ്റെ 50%, ആ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 50% കൂടെ കൂടുതൽ. അപ്പോൾ 2000 രൂപയാണ് 4000ൻ്റെ 50%. അപ്പോൾ ടോട്ടൽ 6000 രൂപയായിരിക്കും അയാൾ എന്ത് ചെയ്തത്, രണ്ടാമത്തെ ഘട്ടത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത്. അപ്പോൾ 1 വർഷം കഴിയുമ്പോഴുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എ വേറെ ഒന്നും മറ്റത്തില്ല, 12 മാസം ആരുണ്ടായിരുന്നു, എയിൽ 2000 രൂപ തന്നെയാണ്. പക്ഷേ ബിയിൽ ആദ്യത്തെ 6 മാസം 4000, അടുത്ത 6 മാസം എത്രയാണ്, 6000 ആണ്. നമുക്ക് ജസ്റ്റ് റേഷ്യോ കണ്ടുപിടിക്കുക. ആ 0 0 എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, റേഷ്യോ അല്ലേ. അപ്പോൾ ആ 0 0 എല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ 24 എത്രയാണ്, 24 + 36 കിട്ടും. 6 വെച്ച് കട്ട് ചെയ്ത് 4. അപ്പോൾ 4:10 അല്ലെങ്കിൽ 2:5 ആയിരിക്കും അവിടുത്തെ പ്രോഫിറ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. അവിടുത്തെ ടോട്ടൽ പ്രോഫിറ്റ് 14,000 ആണ്. അപ്പോൾ നമുക്ക് റേഷ്യോ വാല്യൂസിൻ്റെ ടോട്ടൽ എടുക്കാം. 5 × 2 7 യൂണിറ്റ് എന്ന് പറയുന്നത് 14,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2000 ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ബിയുടെ പ്രോഫിറ്റ് ഷെയർ. ബിയുടെ പ്രോഫിറ്റ് ഷെയറിൻ്റെ റേഷ്യോ വാല്യൂ 5 ആണ്. 5നെ 2000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എത്ര കിട്ടും, 10,000 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, മിക്സ്ഡ് ആൻഡ് അലിഗേഷനുള്ള ക്വസ്റ്റ്യൻ അല്ലേ. ജസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 44 ലിറ്റർ മിക്സ്ചർ ഓഫ് കണ്ടെയ്ൻസ് മിൽക്ക് ആൻഡ് വാട്ടർ. അപ്പോൾ മിൽക്കും വാട്ടറും ഉള്ള 44 ലിറ്റർ മിക്സ്ചർ. അതിൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് 6 ലിറ്റർ മോർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ. അപ്പോൾ മിൽക്കും വാട്ടറും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് തന്നിട്ടുണ്ട് 6. ജസ്റ്റ് ഇതൊന്ന് സോൾവ് ചെയ്യാറുണ്ട് ഇക്വേഷൻ. അപ്പോൾ 2m = 50 കിട്ടും. മിൽക്കിൻ്റെ അളവ് നമുക്ക് കിട്ടും എത്രയാണ്, 20 ലിറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വാട്ടർ എത്രയായിരിക്കും, 19 ലിറ്റർ ആയിരിക്കും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ നമ്മൾ ചോദിക്കുന്നത്. ഹൗ മച്ച് വാട്ടർ മസ്റ്റ് ബി ആഡഡ് സോ ദാറ്റ് റേഷ്യോ ഓഫ് ദ മിൽക്ക് ആൻഡ് വാട്ടർ ബിക്കം ഈക്വൽ. ആ റേഷ്യോ ഈക്വൽ ആവണം അല്ലേ. അപ്പോൾ 6 ലിറ്റർ എന്ത് ചെയ്യുക, വാട്ടറും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 25:21 എന്നുള്ള രീതിക്ക് നമുക്ക് പറയാം റേഷ്യോ ഈക്വൽ ആവുക. അപ്പോൾ അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 6 ആയിരിക്കും വരുന്നുണ്ടാവും. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, വലിയ വലിയ കാര്യങ്ങളൊന്നും ഇവിടെ ചിന്തിക്കേണ്ടതില്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, പോപ്പുലേഷൻ ഓഫ് എ ടൗൺ ഇൻക്രീസസ് ബൈ 10% ഇൻ ഫസ്റ്റ് ഇയർ ആൻഡ് ഡിക്രീസസ് ബൈ 5% ഇൻ നെക്സ്റ്റ് ഇയർ. അപ്പോൾ നമ്മൾ നോർമലി ഉള്ള പെർസെൻറ്റേജ് ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന രീതി തന്നെ ഇവരെ അപ്രോച്ച് ചെയ്താൽ മതി. അതായത് a + b + ab ഡിവൈഡഡ് ബൈ 100 ദ ഹോൾ റേസ് ടു 3% ആയിരിക്കും ചേഞ്ച് വരുന്നത്. അപ്പോൾ ഇവിടെ a എന്ന് പറയുന്ന ഫസ്റ്റ് ചേഞ്ച് ആവുന്ന വാല്യൂ, അത് 10% ഇൻക്രീസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് എടുക്കാം. മറ്റു രണ്ടാമത്തെ ഡിക്രീസ് എന്ന് പറയുന്നത് നെഗറ്റീവ് കൊടുക്കാം. എയുടെയും ബിയുടെയും വാല്യൂ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആയതുകൊണ്ട് 10 × 5 50 കൊടുക്കാം, മൈനസ് കൊടുക്കാം അല്ലേ.
ഇനി ഇത് ഡിഫറൻസ് എടുത്താൽ മതി. 10ൻ്റെ 5ൻ്റെ ഡിഫറൻസ് 5, 5 മൈനസ് 0.5 ആയിരിക്കും വരുന്നുണ്ടാവുക. 5 മൈനസ് 0.5 എന്ന് പറയുമ്പോൾ 4.5% ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന ചേഞ്ച്. അപ്പോൾ 4.5% ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? ഇവിടെ പോസിറ്റീവ് ആകുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇൻക്രീസ് ആയിരിക്കും ഉണ്ടാവുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ഡയറക്റ്റ് തന്നെ ആൻസറിലേക്ക് പോകാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ടോട്ടൽ കോസ്റ്റ് ഓഫ് 6 പെൻസ്. അപ്പോൾ 6 പെൻസിനും 9 പെൻസിലിനും കൂടെ എത്രയാവും? 150 രൂപയാവും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 3/4 ഓഫ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് 12 പെൻസും 18 പെൻസിലും. അപ്പോൾ 12 പെൻസും 18 പെൻസിലും ആകുമ്പോൾ 6ൻ്റെയും 9ൻ്റെയും ഡബിൾ അല്ലേ? അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡബിൾ ചെയ്താൽ മതി. അപ്പോൾ എത്രയാവും? 12 പെന്ന് പ്ലസ് 18 പെൻസിലാവും അല്ലേ? ഈസിക്കൽ ടു 150യുടെ ഡബിൾ എന്ന് പറയുമ്പോൾ 300. അപ്പോൾ 12 പെൻസിലിനും 18 പേനയ്ക്കും കൂടെ 12 പേനയ്ക്കും 18 പെൻസിലിനും കൂടെ നമുക്ക് എത്രയാവും? 300 ആവും. 300ൻ്റെ എന്താ എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്? 3/4. അപ്പോൾ 3/4 എടുക്കുക. കട്ട് ചെയ്യുമ്പോൾ 75 വിട്ട് 75 ഇൻറ്റു 3 വരുമ്പോൾ 225 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 2026 ബാങ്ക് SSC കലണ്ടർ ഉടൻ വരുന്നു. വരാനിരിക്കുന്നത് 1,00,000-ൽ പരം അവസരങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മെന്റേഴ്സിനൊപ്പം വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കൊരു സർക്കാർ ജോലി നേടിയെടുക്കാം. അതും ഇപ്പോൾ ഏറ്റവും മികച്ച ഓഫേഴ്സിൽ. എൻട്രി ഫ്യൂച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായി ബാങ്ക് SSC RRBയുടെ എല്ലാ കോഴ്സുകളും 40% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാം. കൂടെ അൺലിമിറ്റഡ് വാട്സ്ആപ്പ് ആക്സസും. കൂടാതെ ഈ മാസം ഗോൾഡ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവരിൽ 3 പേർക്ക് നേടാം അൺലിമിറ്റഡ് ട്രാക്ക് വാലിഡിറ്റി. പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കോഴ്സ് ഓഫേഴ്സ് എന്താണെന്ന് അറിയൂ. ഇത് നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ക്വസ്റ്റൻ ആണ്. ഒറ്റ കാര്യം ആലോചിച്ചുള്ള സ്പീഡ് ഈസിക്കൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടായിരിക്കും നമുക്ക് എപ്പോഴും കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരുന്നത്. ഇവിടെ നമുക്ക് 520 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് ഒരു പോള് കടന്നു പോകാൻ 13 സെക്കൻഡ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ സ്പീഡ് ആയിരിക്കും കിട്ടുന്നത്. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ? അവിടെ നമുക്ക് സ്പീഡ് കിട്ടും. രണ്ടും യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആയതുകൊണ്ട് നമുക്ക് അവിടെ കൺവേർഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് കട്ട് ചെയ്ത് എഴുതുക. ആൻസർ എത്ര? 40 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും അവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ ദ ട്രെയിൻ ടു ക്രോസ് 130 മീറ്റർ ലോങ് പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോമിൽ കടന്നു പോകാനുള്ള ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്ലാറ്റ്ഫോമോ ബ്രിഡ്ജോ ഒക്കെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ലെങ്തും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ട്രെയിനിൻ്റെ ലെങ്തിനോട് കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 650 ഡിവൈഡഡ് ബൈ 40 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. കട്ട് ചെയ്യുക. അപ്പോൾ എത്ര പ്രാവശ്യം പോകും? ഒരു പ്രാവശ്യം, 6 പ്രാവശ്യം, ബാക്കി വരുന്ന 1/4. 16 1/4 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. 16 1/4. ഓക്കെ, എ മാൻ സ്പെൻസ് 20% ഓഫ് ഹിസ് ഇൻകം ഓൺ ട്രെയിൻ. അപ്പം 100% ആണ് അയാളുടെ ഇൻകം എന്ന് നിങ്ങൾ വിചാരിച്ചോളുക. 100%ൽ നിന്നും 20% അയാൾ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ബാലൻസ് ഉണ്ടാകുന്ന എത്രയാണ്? 80% ആയിരിക്കും അയാളുടെ കയ്യിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ബാലൻസ് ഉള്ള 80%-ൽ നിന്നും നോക്കുക. ബാലൻസ് ഉള്ള 80%-ൻ്റെ 10% എന്ത് ചെയ്യുന്നത്? ഗ്രോസറീസിനായിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എത്രയായിരിക്കും? 8% അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? 80ൻ്റെ 10% വരുമ്പോൾ 8% അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ബാക്കി അയാളുടെ കയ്യിലുള്ള സേവിങ്സ് എന്ന് പറഞ്ഞാൽ 72%. ടോട്ടൽ എക്സ്പെൻഡിച്ചർ എപ്പോഴും എന്താണ്? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. 28%. ആ 28% എത്ര രൂപയാണ് നമുക്ക് തന്നിട്ടുണ്ട്? 4200 രൂപയാണ് തന്നിട്ടുണ്ട് അല്ലേ? അവിടെ നമുക്ക് 1% കണ്ടുപിടിക്കാം. 4200-നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 28 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 600/4 ആകുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 150 ആയിരിക്കും വരുന്നുണ്ട്. അപ്പോൾ 1% 150. കണ്ടുപിടിക്കേണ്ട 72% ആണ്. ഇതിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 150 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 7200 പ്ലസ് 50ൻ്റെ 72 വരുമ്പോൾ നേരെ പകുതി അല്ലേ? 1600. 10800 ആയിരിക്കും അവിടുത്തെ എന്തെന്ന് പറയുന്നത്? സേവിങ്സ് എന്ന് പറയുന്നത് അല്ലേ? ഓപ്ഷൻ ഇ ആയിരിക്കും ആൻസർ. ഇനി ഏജിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളാണ് ഏജിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട്. എപ്പോഴും നമുക്ക് 2 റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പെർസെൻറ്റേജിൻ്റെ റേഷ്യോ 7:9 എന്നും പറഞ്ഞ് തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് 6 years എഗോയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ആ 2 റേഷ്യോ ഇതേപോലെ അങ്ങ് എഴുതുക. എന്നിട്ട് ഈ 2 നമ്പേഴ്സ് നമ്മളുള്ള ഡിഫറൻസ് എടുക്കുക. 7 9 നമ്മളുടെ ഡിഫറൻസ് 2 ആണ്. 11 5 നമ്മളുടെ ഡിഫറൻസ് 4 ആണ്. ഈ ഡിഫറൻസ് എപ്പോഴും ഈക്വൽ ആണെങ്കിലാണ് നമ്മുടെ കാൽക്കുലേഷൻ മുന്നോട്ട് പോകുന്നത്. ഈക്വൽ അല്ലെങ്കിൽ ഈക്വൽ ആക്കാം. ഈക്വൽ ആക്കാൻ വേണ്ടി താഴെയുള്ള ഡിഫറൻസ് ഉണ്ട്, മുകളിലുള്ള ഡിഫറൻസ് ഉണ്ട്. താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 7 4 28, 9 4 36 വരും. 11:15 അല്ലേ? അപ്പോൾ 11 × 2 വരുമ്പോഴത്തേക്ക് നമുക്ക് എത്രയാണ് വരുന്നത്? 11 × 2 വരുമ്പോഴത്തേക്ക് 22, 15 × 2 30. പിന്നെ ഡിഫറൻസ് നോക്കുക. ഇതെട്ടായി. അപ്പോൾ ഓക്കെയാണ്. ഡിഫറൻസ് ഈക്വൽ ആയെങ്കിൽ നമ്മൾ ഇവിടെയുള്ള വാല്യൂസ് വെച്ചിട്ടാണ് കാൽക്കുലേഷൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് ബി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് എ ആണ്, ഇത് ബി ആണ് അല്ലേ? പെർസെൻറ്റേജ് ഓഫ് ബി കണ്ടുപിടിക്കണമെങ്കിൽ 36 ആണ്. പക്ഷേ പെർസെൻറ്റേജ് അല്ല നമ്മളോട് ചോദിക്കുന്നത്. 3 years ഫ്രം നൗ. അപ്പോൾ പെർസെൻറ്റേജ് ഏജ് കണ്ടുപിടിക്കുക. അതിനുശേഷം അവിടെ നിന്ന് 3 വർഷം കഴിയുമ്പോഴുള്ളതാണ് കണ്ടുവേണ്ടത്. അപ്പോൾ ഇതിനോടൊരു 3 ആഡ് ചെയ്യുക. 36 3 39 ആയിരിക്കും നമ്മുടെ ഏജ് എന്ന് പറയുന്നത് കേട്ടോ. ആ 36 ഓപ്ഷൻ ഉണ്ട്, അത് എഴുതരുത്. ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് വേണം ആൻസർ മാർക്ക് ചെയ്യാനായിട്ട്. ഇതേപോലെ കുഞ്ഞു ക്വസ്റ്റ്യൻ, ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് തെറ്റിട്ടാനുള്ള സാധ്യത കൂടുതൽ കേട്ടോ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം.
അടുത്ത നമ്മുടെ മെൻസുറേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഈസ് 88. അപ്പോൾ സർക്കംഫറൻസ് ഓഫ് സർക്കിൾ വരുമ്പോൾ 2πr. 2πr ആണ് 88 എന്ന് പറഞ്ഞിരിക്കുന്നത്. പൈയുടെ വാല്യൂ 22/7 കൊടുക്കുക. റേഡിയസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 2, 22, 44, 44, 88 കട്ട് ചെയ്യുമ്പോൾ 2 വരും. അപ്പോൾ r ഈസ് ഈക്വൽ ടു 7 × 2 14 കിട്ടും. ഈ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. അപ്പോൾ 22/7 ഇൻറ്റു റേഡിയസ് ആകുമ്പോൾ 14 × 14 നമുക്ക് കിട്ടും. അപ്പോൾ 7 ഇതുമായിട്ട് കട്ട് ചെയ്യുമ്പോൾ 2 വരും. നമുക്ക് 44 × 14 നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഫുൾ മൾട്ടിപ്ലൈ നോക്കണമെന്നില്ല. ഓപ്ഷൻ വെച്ച് നോക്കാം. 4 4 16. 6 അവസാനിക്കുന്ന ഒരൊറ്റ ആൻസറേ വരുന്നുള്ളൂ. ഈ 4 4 കൂടെ മൾട്ടിപ്ലൈ യൂണിറ്റ് പ്ലേസിൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലേ അപ്പോൾ 616 ആയിരിക്കും നമ്മുടെ ആൻസർ. ഫുള്ള് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ കണ്ടുപിടിക്കണമെന്നില്ല. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് പോകാം കേട്ടോ. 616 ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കിയേ. ആവറേജ് ഓഫ് 3 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ഈസ് 106. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. 3 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സിന്റെ ആവറേജ് 106 ആണ്. അങ്ങനെയാണെങ്കിൽ മിഡിൽ നമ്പർ ആയിരുന്നു 106. അടുത്ത ലാർജ് നമ്പർ 108 ആയിരിക്കും. സ്മോളർ നമ്പർ നമുക്ക് 104 എഴുതാം. നമ്പേഴ്സ് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി സെക്കൻഡ് ലാർജസ്റ്റും തമ്മിലുള്ള സം. അപ്പോൾ 106, 108 അതിൻ്റെ ആവറേജ് എന്ന് അതിൻ്റെ മിഡിൽ നമ്പർ ആയിരിക്കും. മിഡിൽ നമ്പർ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? 107 ആയിരിക്കും. അല്ലെങ്കിൽ കൂട്ടി നോക്കുക. 214, 214ൻ്റെ പകുതി എത്രയാണ്? 107. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് സിംപ്ലിഫിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യനിലേക്ക് വരാം. 44% ഓഫ് 750 അല്ലേ. അപ്പോൾ 44/100 ഇത് മനസ്സിൽ ചെയ്താൽ മതി. ഇൻറ്റു 750 പ്ലസ് എക്സ് ഏതോ നമ്പറിൻ്റെ ക്യൂബ് ഈസ് ഈക്വൽ ടു 546. അപ്പോൾ നമുക്ക് 25 വെച്ച് കട്ട് ചെയ്യാം. എത്രയായിട്ട്? 30 വരും. ഇവിടെ നമുക്ക് എത്രയായിട്ട്? 4 വരും. 11. അപ്പോൾ 330 ആണ് ഈ സൈഡിൽ വരുന്നത് അല്ലേ. അപ്പോൾ 546 330 തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അതായിരിക്കും എക്സ് ക്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ 216 കിട്ടും. എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആരുടെ ക്യൂബാണ്? 216. 6ൻ്റെ ക്യൂബാണ്. ഓക്കെ, ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 48ൻ്റെ ഏതൊരു നമ്പർ പ്ലസ് 52 × 6 ഈസ് ഈക്വൽ ടു 80% ഓഫ് 840. 80% 840 ആകുമ്പോൾ നമുക്ക് ഈ 0യും ഈ 40 എല്ലാം ഈ സീറോസ് എല്ലാം എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. ഡിവൈഡ് ബൈ 100 ആയതുകൊണ്ട്. അപ്പോൾ 80 × 84 ആയിരിക്കും വരുന്നത്. 2 ശിഷ്ടം 64 3 672 വരും റൈറ്റ് സൈഡ്. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്കും 2 1 30 31 312 വരും. 48x അല്ലേ. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക? എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി 672 നിന്നും 312 മൈനസ് ചെയ്യുക. 48 എന്ന് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 360 ഡിവൈഡഡ് ബൈ 48 ആയിരിക്കും വരുന്നത്. കട്ട് ചെയ്യുമ്പോഴത്തേക്കും 180 ഡിവൈഡഡ് ബൈ എത്ര കിട്ടും? 24. വീണ്ടും നമുക്ക് കട്ട് ചെയ്ത് കളയാം. 90 വരുമ്പോൾ 90/12 വരും. അതായത് 45/6 വരും. അതായത് 15/2 ആയിരിക്കും വരുന്നുണ്ട്. 15/2 ആകുമ്പോൾ 7.5 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത് നമുക്ക് എക്സ്പൊണൻസിൻ്റെ ക്വസ്റ്റൻ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കണ്ടുപിടിക്കേണ്ടത് 2ൻ്റെ ബേസ് 2 വരുന്ന ഒരു നമ്പറാണ്. അപ്പോൾ ഈ തന്നിട്ടുള്ള നമ്പറിനെല്ലാം 32, 16, 64 എല്ലാം 2ൻ്റെ ബേസിലേക്ക് ആക്കുക. അപ്പോൾ നമുക്ക് അതിന് എന്ത് ചെയ്യാം? 2⁵5 ആണ് 32. അപ്പോൾ 5 × 0.4 കൊടുക്കാം. ഇൻറ്റു 2⁴ ആണ് 16 ഇൻറ്റു 0.3 ഉണ്ട്. a⁻m ദ ഹോൾ റേസ് എന്ന് പറഞ്ഞാൽ a⁻m × n ആണ്. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ ചെയ്തത്. ഇത് 2�6 ആണ്. 6 × 0.2. ഓക്കെ, എന്ത് ചെയ്യാം? 2⁻x. ആ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പവർ എല്ലാം കൂടെ ആഡ് ചെയ്താൽ പോരെ. 5 × 4 എന്ന് പറയുമ്പോൾ 20 ഡിവൈഡ് ബൈ 10 പോയിന്റ് മാറ്റുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 2 ആണ്. അപ്പോൾ 2 പ്ലസ് 3 12 ആകുമ്പോൾ 1.2, 6 12 ആകുമ്പോൾ 1.2 വരും. ഡെസിമലും കൂടെ ബാലൻസ് ചെയ്ത് പോവുക. 4.4 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി കേട്ടോ. അപ്പോൾ ആ ഒരു എന്ത് ചെയ്യാം? നമ്മുടെ നമ്പേഴ്സ് നോക്കുക. a⁻m × a⁻m എന്ന് പറഞ്ഞാൽ a⁻m+ എന്നുള്ള എക്സ്പൊണന്റ് റൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ a⁻m ദ ഹോൾ റേസ് എന്ന് പറഞ്ഞാൽ a⁻m × n. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഡെസിമൽ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ്. രണ്ട് സൈഡിലുള്ള ഡെസിമൽ പ്ലേസ് ഈക്വൽ ആണ്. 2 വീതം രണ്ട് സൈഡിലും ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡെസിമൽ കൺസിഡർ ചെയ്യേണ്ട നമ്പർ മാത്രം എടുത്താൽ മതി. 13 × 65 ഈസ് ഈക്വൽ ടു 117 × 195. എക്സ് ഇവിടെ ഉണ്ട്. ആ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് 13 ആകും. 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതും കട്ട് ചെയ്യാം. 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 39 കിട്ടും. 39ഉം 13ഉം ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ എത്രയാണ് കിട്ടുന്നത്? 3 ആണ് കിട്ടുന്നത് അല്ലേ. ഈ 13ഉം 117ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ 9 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 9 × 3 നമുക്ക് എത്രയാണ് വരുന്നത്? 27. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ കേട്ടോ. കാൽക്കുലേഷൻ കുറച്ച് ഇതായിട്ട് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. 50% ഓഫ് 300 പ്ലസ് 9.09% ഓഫ് 803 പ്ലസ് 3. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 9.09 ഒക്കെ ഇവിടെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കരുത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താ കണ്ടുപിടിക്കുക? നമ്മുടെ ഫ്രാക്ഷൻസ്, ഫ്രാക്ഷണൽ വാല്യൂസ് പഠിച്ചു വെച്ചിരിക്കുക. 1/11 ആണ് എന്തെന്ന് പറയുന്നത് 9.09% കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷണൽ വാല്യൂ. അപ്പോൾ നമുക്ക് ഈ പെർസെൻറ്റേജും 300 കട്ട് ചെയ്ത് എത്ര എഴുതാം? 45 എഴുതാം. 45 പ്ലസ് 1/11 ഇൻറ്റു 803 എഴുതുക. പ്ലസ് 3 ഈസ് ഈക്വൽ ടു ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇതുമായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. 73 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. 77 ബാക്കി 3 വരും. അപ്പോൾ 33 വരുമ്പോൾ 3 ഇതിലൂടെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ അല്ലേ.
അപ്പോൾ 45 പ്ലസ് 76 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും. അതായത് 121 ആണ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഏതിൻ്റെ സ്ക്വയർ ആയിരിക്കും 121 എന്ന് പറയുന്നത്? 11ൻ്റെ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 680/17 ഇൻറ്റു 15 ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കുക, കട്ട് ചെയ്യുമ്പോൾ 4 വരും, 40, 40 ഇൻറ്റു 15 വരുമ്പോൾ എത്രയായിരിക്കും വരുന്നുണ്ടാവുക? 600 ആയിരിക്കും വരുന്നുണ്ടാവുക. ഓപ്ഷൻ ഇ ആയിരിക്കും ആൻസർ. ഇതെല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 544 ഡിവൈഡഡ് ബൈ 8.5. അപ്പോൾ നമുക്ക് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10/85 ആക്കാം അല്ലേ? 8.5 ഡെസിമൽ മാറ്റുമ്പോൾ ഈസ് ഈക്വൽ ടു 2 റൈസ് ടു സംതിങ്. അപ്പോൾ ഇതിനെ 5 വെച്ച് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടുന്നത്? 17 കിട്ടും. ഇവിടെ 2 വരും. അപ്പോൾ 17ഉം 544 ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. 3 വരും, 51ഉം നമുക്ക് ബാക്കി വരുന്നത് 34 ആകുമ്പോൾ 2 ആണ്. 32 ഇൻറ്റു 2 ആകുമ്പോൾ 64 വരും അല്ലേ? അപ്പോൾ 64 ഈസ് ഈക്വൽ ടു 2 റൈസ് ടു എക്സ് എന്ന് പറഞ്ഞു വരും. അപ്പോൾ 2ൻ്റെ ബേസിലേക്ക് എഴുതുമ്പോൾ 2 റൈസ് ടു 6 ആണ് ഈസ് ഈക്വൽ ടു 2 റൈസ് ടു എക്സ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 6. ഓക്കെ, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ വാല്യൂ എഴുതാൻ നിൽക്കേണ്ട, ജസ്റ്റ് ഒന്ന് അല്ലാതെ തന്നെ കൗണ്ട് ചെയ്ത് എന്ത് ചെയ്യാം? നമുക്ക് ആൻസറിലേക്ക് ഒന്ന് പോവാം. ജസ്റ്റ് കട്ട് ചെയ്ത് കളയാനുള്ളതെല്ലാം കട്ട് ചെയ്ത് കളയാം. 7 ഇൻറ്റു 7 ഇൻറ്റു 7 ഇൻറ്റു അടുത്ത് 14 ഇൻറ്റു 14 സ്ക്വയർ ആയതുകൊണ്ട് 27 ഇൻറ്റു 27 ഇൻറ്റു 7 റൈസ് ടു സംതിങ് ഈസ് ഈക്വൽ ടു 28 എന്നാണ് അല്ലേ? ഈ 9, 27 ഈ 9, 27 നമുക്ക് കട്ട് ചെയ്യാം. 3ഉം വരും. ഈ 3ഉം 9 ആണ്. 9 പോവും. 7, 2, 7. ഓക്കെ, 2 ഇൻറ്റു 2 എത്ര വരും? 4 വരും. ആ 4ഉം ഈ 28 കട്ട് ചെയ്യുമ്പോൾ 7 വരും. ഈ 7ഉം കൂടെ അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും 7 റൈസ് ടു എക്സ് ഈസ് ഈക്വൽ ടു 7 സ്ക്വയർ വരും അല്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഓപ്ഷൻ എ 2 ആയിരിക്കും വരുന്നുണ്ടാവുക. ഈസിയാണ് കേട്ടോ. മൾട്ടിപ്ലൈ ചെയ്ത് ക്യൂബ് ഒന്നും കണ്ടുപിടിക്കാൻ നിൽക്കണ്ട, അല്ലാതെ തന്നെ കട്ട് ചെയ്തൊന്ന് പോയാൽ മതി. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. √784 ഡിവൈഡ് ബൈ 4/7 ഡിവൈഡ് ബൈ 49. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് √784 നമുക്ക് കിട്ടും. 28 ആണ് √784 എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 7/4 ഇൻറ്റു 49 അല്ല കൊടുക്കേണ്ടത്, അവിടെയും 1/49 റെസിപ്രോക്കൽ കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഈ 28, 7ഉം 49 നമുക്ക് കട്ട് ചെയ്യാം. 7, അപ്പോൾ ഇത് എത്ര വരും? 4/4 ആൻസർ എത്രയായിരിക്കും വരുന്നത്? 1 ആയിരിക്കും വരുന്നത്. ഓപ്ഷൻ ബി. ഓക്കെ, സിംപ്ലിഫിക്കേഷൻ ഒക്കെ വളരെ ഈസിയാണ്. കാൽക്കുലേഷൻ നോക്കിയേ കേട്ടോ. അടുത്ത് നോക്കൂ. 66% ഓഫ് 350. ഇത് നമുക്ക് നോക്കണം. 66 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 350 വരും. പ്ലസ് ഏതോ ഒരു നമ്പർ ഈസ് ഈക്വൽ ടു 5/8 ഇൻറ്റു 1256 ആയിരിക്കും വരുന്നുണ്ടാവും. 0 ആദ്യം നമുക്ക് കട്ട് ചെയ്യാം. ബാക്കി 2 വരും. ഇത് 7 വരും. ഇത് വരുമ്പോഴത്തേക്കും 33 ആകുമ്പോൾ 1, 21, 31 വരും അല്ലേ? 23, 21, 21, 31 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം. 5 ഇൻറ്റു 8 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം പോകും. ബാക്കി 35, 5, 40, 8, 56. അപ്പം 157 ഇൻറ്റു 5 എന്നുള്ള രീതിക്ക് വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 785 മൈനസ് 231 ചെയ്താൽ മതി. അപ്പോൾ 4, 5, 7 മൈനസ് 2 എന്ന് പറയുമ്പോൾ 554 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 635 മൈനസ് 28 പ്ലസ് 8, 4, 40 ആണ് വരുന്നത്. അപ്പോൾ 635 പ്ലസ് 12 28 മൈനസ് 40 28 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 12 ആയിരിക്കും വരുന്നത്. അപ്പോൾ എത്രയാണ് വരുന്നത്? ആൻസർ എന്ന് പറയുമ്പോൾ 637 ആയിരിക്കും ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇത് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കരുത്. നമുക്ക് അല്ലാതെ തന്നെ സിംപ്ലിഫൈ ചെയ്യാം. 35/100 ഇൻറ്റു 250 അല്ലേ? പ്ലസ് 25/100 35. നിങ്ങൾ നോക്കിയേ, 25 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 4 ആവും. ഇവിടെ നമുക്ക് 25 വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ 25 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇത് 10 ആണ് വരുന്നത്. ഇത് എത്രയാണ് വരുന്നത്? നമ്മുടെ 4 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് 350 പ്ലസ് 35. അപ്പോൾ 385 ആണ് നമുക്ക് കിട്ടുന്നത്. ഡിനോമിനേറ്റർ സെയിം ആണ്. 385/4 ചെയ്യുക. എത്ര കിട്ടും? 9, 4, 36. അപ്പോൾ 9 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇത് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും 96. അപ്പോൾ 96 പോയിന്റ് സംതിങ് ആണ് വരുന്നത്. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് 114 മൈനസ് 120 ഈസ് ഈക്വൽ ടു 163. 114, 120 കൂടെ മൈനസ് ചെയ്യുമ്പോൾ -6 ആണ്. അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും +6 ആവും. അപ്പോൾ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 163 + 6 169. ആരുടെ സ്ക്വയർ ആണ് 169? ഓപ്ഷൻ ബി 13ൻ്റെ സ്ക്വയർ ആണ്. ഓക്കെ, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെയാണ്. 3/4 ഇൻറ്റു 4/7 ഇൻറ്റു 343 ഈസ് ഈക്വൽ ടു ഏതോ ഒരു നമ്പർ ഇൻറ്റു 21. അപ്പോൾ ഈ 4ഉം 4ഉം നമുക്ക് കട്ട് ചെയ്യാം. 7 ക്യൂബാണ് 343. ബാക്കി 7 സ്ക്വയർ വരും.
ഇവിടെയും ഇതുമായിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും എത്ര കിട്ടുക? 7 കിട്ടുക. ഒരു 7 ഒരു 7 കട്ട് ചെയ്യുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടുന്നത്? 7 ആയിരിക്കും കിട്ടുന്നത്. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. 2026 ബാങ്ക് SSC കലണ്ടർ ഉടൻ വരുന്നു. വരാനിരിക്കുന്നത് 1,00,000-ൽ പരം അവസരങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മെന്റേഴ്സിനൊപ്പം വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കൊരു സർക്കാർ ജോലി നേടിയെടുക്കാം. അതും ഇപ്പോൾ ഏറ്റവും മികച്ച ഓഫേഴ്സിൽ. എൻട്രി ഫ്യൂച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായി ബാങ്ക് SSC RRBയുടെ എല്ലാ കോഴ്സുകളും 40% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാം. കൂടെ അൺലിമിറ്റഡ് വാട്സ്ആപ്പ് അക്സസും. കൂടാതെ ഈ മാസം ഗോൾഡ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവരിൽ 3 പേർക്ക് നേടാം അൺലിമിറ്റഡ് ട്രാക്ക് വാലിഡിറ്റി. പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കോഴ്സ് ഓഫേഴ്സ് എന്താണെന്ന് അറിയൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഡയറക്റ്റ് നമുക്ക് കട്ട് ചെയ്ത് എഴുതാൻ പറ്റുന്നതാണ്. എത്ര കിട്ടും? 15 കിട്ടും. 15 × 2 എന്ന് പറയുമ്പോൾ 30. 30 - 26 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എത്രയായിരിക്കും? 4 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്. 40 ക്വസ്റ്റ്യൻ നമ്മൾ വളരെ വേഗം ചെയ്തു. അപ്പോൾ കാൽക്കുലേഷൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ട്രിക്സ് എല്ലാം നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 ക്വസ്റ്റ്യൻ 1 2 3 ക്വസ്റ്റ്യൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ കൊടുക്കേണ്ടതാണ്. എത്ര സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്നു മാക്സിമം സ്പീഡപ്പ് ആക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു സെഷനുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്നായിട്ട് പരീക്ഷ എഴുതുക. ഓക്കെ, വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.